ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് പുട്ടും പയറുമാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അതിനായി പയർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പുട്ടും റെഡി ആയിട്ടുണ്ട്. രാവിലെ കുറച്ച് കണവ കിട്ടി. ഇനി അതിൻ്റെ തോരനും ഒരു കണവ കറിയും കൂടെ വയ്ക്കണം. അതിനായി കണവയെല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉള്ളിയും, ചെറിയ ഉള്ളിയും, സവാളയും, കുരുമുളകും, ഇഞ്ചിയും, വെളുത്തുള്ളിയും, മുളകും ഒക്കെ ഇട്ട് തോരത്തിനായി അത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കണവക്കറിയും കൂടി ഉണ്ടാക്കണം. അതിനായി ചെറിയ ഉള്ളിയും, തക്കാളിയും, മുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ച് ഇതിലേക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കണം. നന്നായി ഒന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. 1 വലിയ ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ വലിയ ടീസ്പൂൺ മല്ലിപ്പൊടി. ഇവയെല്ലാമായിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ പച്ചമണം മാറണം. അതിനുശേഷം നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൂന്തൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇവിടെ കണവ എന്നും ഇതിനെ പറയും. നന്നായി ഒന്ന് വഴറ്റി കൊടുക്കണം. പിന്നെ ഈ അരപ്പ് ഇതിലോട്ടൊന്ന് പിടിക്കണം. നന്നായി ഒന്ന് നമ്മൾ വഴറ്റി കൊടുക്കണം. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് വേവിച്ചെടുത്താൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഈ തോരനാണ് അരിഞ്ഞ് വെച്ചേക്കുന്നത്. അതിലേക്കും കുറച്ച് മഞ്ഞൾപ്പൊടിയും, മുളക് പൊടിയും, മല്ലിപ്പൊടിയൊക്കെ ഇട്ട് നന്നായി വഴറ്റണം. കുറച്ച് തേങ്ങയും കൂടെ ഇട്ടാൽ നമ്മുടെ തോരനും റെഡി ആയിട്ടുണ്ട്. ഇനി ഇന്നത്തെ സ്പെഷ്യൽ അവിയലാണ്. ഒരു പച്ചക്കറി എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. നന്നായി ഒന്ന് അരിഞ്ഞ് വൃത്തിയാക്കി എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ അവിയലും റെഡി ആയിട്ടുണ്ട്.